അത് വളരെ ഞാനത് ഏറ്റെടുക്കുക അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഉചിതമായ തീരുമാനം ആലോചിച്ച് സമയത്ത് പ്രഖ്യാപിക്കാൻ എടുക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അല്ലല്ല അതിനെ എന്നെ ഇങ്ങനെ എന്താ സമയക്കെടുത്താൽ നിങ്ങൾ നിശ്ചയിക്കേണ്ട. സമയക്കെടുത്താൽ തൽക്കാലം KPC പ്രസിഡന്റ് ഞാനാണ്. തൽക്കാലം സമയക്കെടുത്താൽ നിങ്ങളാരും നിർദ്ദേശിക്കേണ്ട. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത്. ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കുളത്തിന്റെ കേസ് പിന്നെയും ഉയർന്നു വരുന്നത്. സമൂഹത്തിലേക്ക് അത് വരുന്നു, വലിയ തോതിൽ ചർച്ചയാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ സൈഡാവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പാർട്ടിയെ നല്ല രീതിയിൽ രാഹുൽ മാങ്കുളത്തിന്റെ കേസ് പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇനി നടപടിയെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? അത് ഞങ്ങൾ ആലോചിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യത്തിൽ അധികം എന്നാ ചോദിച്ചാൽ അത് തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ മാങ്കുട്ടം പാർട്ടിക്ക് മീതെ ഒരു കളി നടത്തി എന്ന് KPC വിശ്വസിക്കുന്നു? കാര്യം മുതിർന്ന നേതാക്കളാൽ ഈ വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു എന്നാണ് അറിയാൻ വേണ്ടത്. എനിക്കറിയില്ല. അദ്ദേഹം നിയമസഭയിൽ വരുന്നു, അദ്ദേഹം പാലക്കാട് പോയി സജീവമാകുന്നു. ഇത് സ്വാഭാവികമായി പാർട്ടിക്ക് മുകളിലുള്ള ഒരു കളിയിലായിരുന്നു അവസ്ഥയിൽ. നോ ആൻസർ. എന്താ പറഞ്ഞേ? ശബരിമല വിഷയ ശബരിമല വിഷയത്തിൽ നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചല്ലോ, കേരളത്തിലെ ജനങ്ങളെ നടുക്കിയ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഷണം, സംഘടിത മോഷണം, ശബരിമലയിലെ കൊള്ള, ലൂട്ടിങ്. അതിന് ഹൈക്കോടതി എന്താ പറഞ്ഞത്? കുപ്രസിദ്ധ അന്താരാഷ്ട്ര മോഷക സംഘങ്ങളെ പോലെ വിഗ്രഹങ്ങൾ ഓർഗനൈസ്ഡ് ലൂട്ടിങ് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞ ലൂട്ടിങ്ങിൽ CPM-ൻ്റെ നേതാവ് ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് കൈരളിക്കാരെ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ കൃത്യോത്തരം പറയും. ഇതിനേക്കാൾ ഗൗരവം ശബരിമല, അതിനേക്കാൾ ഗൗരവം. അത് അവിടെയാണ് നിങ്ങളുടെ ചോദ്യത്തിന് ആൻസിപ്പേറ്റ് ചെയ്ത് ഞാൻ മറുപടി പറയുന്നു. ഞങ്ങളെടുത്ത ഇല്ലില്ല, അവിടെ പറഞ്ഞുതരാം. അവിടെയും നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രതിരോധമില്ല. നിങ്ങൾക്കാണ് ധാരണ പെശക്. അതാണ് ഞാൻ പറഞ്ഞ ഉറങ്ങുന്ന ആളുകൾ വിളിച്ചു നടത്താമെന്ന്. ഞങ്ങളെടുത്ത നടപടികൾ സസ്പെൻഷൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കൽ, പാർലമെൻ്ററി പാർട്ടിയുടെ പുറത്താക്കൽ, പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കൽ, ഇതെല്ലാം ഞങ്ങൾ സ്വീകരിച്ച മാതൃകാപരമായ നടപടിയാണ്. CPM നേതാക്കൾക്കെതിരെ ഇനി അതും കൂടെ പറയാം. CPM നേതാക്കന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായിരുന്നല്ലോ. പി ശശി എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയത്? പി ശശി അതിലെ പരാതി എന്തായി? ആരായിരുന്നു പരാതിക്കാരെയും ചോദിക്കുക. ആ പരാതിക്കാരൻ്റെ അവസ്ഥ എന്തായി? ഗോപി കോട്ടപ്പുറക്കിൽ എന്തുകൊണ്ടാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയത്? അതിലെ പരാതി എന്തായി? പരാതിക്കാരൻ ചാക്കോയെ പുറത്താക്കി. എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരൻ ചാക്കോയെ പുറത്താക്കി. കണ്ണൂരിലും പരാതിക്കാരനെ പുറത്താക്കി. മുകേഷിന്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട്. അതിനെതിരെ അതീവ ഗൗരവം ഓരോന്നിനും അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത്. അത് ഞങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്തു. ഇനി കൂടുതൽ നടപടി എടുക്കുന്ന ആലോചിച്ച് ചെയ്യും. നടപടി എൻ്റെ സമയത്ത് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു മുതിർന്ന ഒരു സെക്കൻഡ് നിങ്ങൾ പറയുന്നത് എനിക്ക് ആശയം മനസ്സിലാവേണ്ട. നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ആശയം എനിക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം, ഞാനൊരു മുതിർന്ന നേതാവല്ല, ഞാൻ ഒരു ചെറിയ പ്രവർത്തകനാണ്. എന്നാൽ ചെറിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അതിൻ്റേതായ കൃത്യതയോടെ, വ്യക്തതയോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിക്കുന്നതിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു.